കടബാധ്യത വേഗത്തിൽ തീർക്കാനുള്ള എളുപ്പവഴികൾ. നിങ്ങൾ ഒരുപാടധികം കടമുള്ളവരാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ കടബാധ്യത എങ്ങനെ വേഗത്തിൽ തീർക്കാനുള്ള എളുപ്പവഴികളാണ് ഇന്നത്തിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒട്ടും സമയങ്ങളെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കുള്ള ചെറിയ കടങ്ങൾ ആദ്യം തീർക്കാൻ നോക്കുക. കാരണം ചെറിയ കടം ഓരോന്ന് തീരുമ്പോഴും നിങ്ങൾക്ക് വലിയ കടങ്ങൾ തീർക്കാനുള്ള മോട്ടിവേഷൻ കൂടും എന്നാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് പണം ലഭിച്ചാലും അത് ആദ്യം തന്നെ കുറച്ച് പണം സേവിങ്സിനായി മാറ്റിവെക്കുക. എന്നിട്ട് ചിലവിനെ പറ്റി ആലോചിക്കാവൂ. നിങ്ങൾ തകർന്നുപോയി ദരിദ്രനാണ് എന്നൊക്കെ മറ്റുള്ളവരോട് പറയുന്നത് ഇന്ന് തന്നെ നിർത്തുക. കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ആകർഷിക്കും എന്നാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ ആ രീതിയിൽ മറ്റുള്ളവരോട് പറയരുത്. അങ്ങനെ പറയുന്ന സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നിർത്തുക. നിങ്ങളെക്കാൾ കടബാധ്യതയുള്ള സൗഹൃദങ്ങൾ നിർത്തുക ഇന്ന് തന്നെ. കാരണം അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളെ കടബാധ്യതയിൽ നിന്നും ഒരിക്കലും മോചിപ്പിക്കില്ല. അങ്ങനെയുള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷനും നഷ്ടപ്പെടും. അലക്ഷ്യമായ വസ്ത്രധാരണ നിങ്ങളെ ദരിദ്രനാണെന്ന് മറ്റുള്ളവർ വിളിച്ചു പറയും എന്നാണ്. ഉള്ള വസ്ത്രങ്ങൾ തേച്ച് വൃത്തിയായി മനോഹരമായി വസ്ത്രം ധരിക്കുക. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മനോഹരമായി ഡ്രസ്സ് ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് എപ്പോഴും ഏത് സിറ്റുവേഷനിലും മനോഹരമായി ഡ്രസ്സ് ധരിച്ച് കോൺഫിഡൻ്റായി തന്നെ നിൽക്കുക. കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നടത്താൻ പറ്റുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ആവശ്യമായി വേണ്ടതും കോൺഫിഡൻസ് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.